ഉണ്ടാക്കാൻ പോവാന്ന് പറഞ്ഞാൽ നമ്മൾ കടയിൽ നിന്ന് വാങ്ങി കർമുറ തിന്നുന്ന KFC ചിക്കൻ ഇല്ലേ, അത് കോഴിമുട്ടയിൽ എങ്ങനെ ഉണ്ടാക്കുക എന്ന് നമുക്ക് കാണാം. ഇത് 4 മണിക്ക് കുട്ടികൾ സ്കൂൾ വിട്ട് വരുമ്പോഴും 4 മണിക്ക് ചായക്ക് സോസിന്റെ കൂടെ മുക്കി കഴിക്കാനൊക്കെ ഭയങ്കര ടേസ്റ്റ് ആയിരിക്കും. ഞാൻ അതിന് വേണ്ടി ഇവിടെ എടുത്തിട്ടുള്ളത് 5 കോഴിമുട്ടയാണ്. അത് നമുക്കൊന്ന് പൊരിച്ചെടുക്കാം. നമുക്കിനി കോഴിമുട്ട ഒന്ന് അടിച്ചെടുക്കാം. അങ്ങനെ കോഴിമുട്ടയൊക്കെ പൊട്ടിച്ചൊഴിച്ചിട്ടുണ്ട്. നമുക്കിനി ഇതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ഇട്ട് കൊടുക്കാം. 1 ടീസ്പൂണ് ചതച്ച വറ്റൽ മുളക് ഇട്ട് കൊടുക്കാം. നമുക്കിനി ഇതിൽ 1/2 ടീസ്പൂണ് ചിക്കൻ മസാലയുടെ പൊടിയും കൂടി ഇട്ട് കൊടുക്കാം. പിന്നെ അതിന് പാകത്തിനുള്ള ഉപ്പ് ഇട്ട് കൊടുക്കാം. നമുക്കിനി നന്നായിട്ടൊന്ന് മിക്സാക്കി എടുക്കാം. ഇത് നന്നായിട്ട് മിക്സാക്കി കലക്കി എടുത്തിട്ടുണ്ട്. നമുക്കിനി ഇത് പൊരിച്ചെടുക്കാം. ചട്ടിയിൽ ഇച്ചിരി ഓയിൽ ഒഴിച്ച് കൊടുക്കാം. നന്നായിട്ടൊന്ന് പരത്തി കൊടുക്കാവേ, എണ്ണ എല്ലായിടത്തും പെടട്ടെ. ഓക്കെ, നല്ല ചൂടാവട്ടെ. ഇനി നമുക്കിതൊന്ന് നന്നായിട്ട് ഇളക്കിയിട്ട് വേണം ഒഴിച്ചു കൊടുക്കാൻ. ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. നമുക്കിനി ഒന്ന് മൂടി വെക്കാം. ചെറിയ തീ വെച്ചതിനെ വേവിച്ചെടുക്കാം. ഇപ്പോൾ ഇതൊരു 5 മിനിറ്റ് ആയിട്ടുണ്ട്. നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കാം. മറിച്ചിടുമ്പോൾ സൂക്ഷിച്ചിടണേ, പൊട്ടരുത്. അയ്യവ, നല്ല കളറായിട്ടുണ്ട് കേട്ടോ, ഗോൾഡൻ കളറായിട്ടുണ്ട്. ഇനി നമുക്ക് അതേപോലെ മറ്റേ വശത്ത് ഒരു 2 മിനിറ്റ് ചെറിയ തീയിൽ വേവിച്ചെടുക്കാം. ഇനിയിപ്പോൾ ഇത് 2 സൈഡും വെന്തിട്ടുണ്ട്. നമുക്കിനി ഇതെടുക്കാം. കണ്ടില്ലേ, മറ്റേ സൈഡും നല്ല സൂപ്പറായി വന്നിട്ടുണ്ട്. ഇത് നമുക്കിനി മുറിച്ച് വെക്കാം. ഇങ്ങനെ മുറിക്കുക, പിന്നൊന്ന് ഇങ്ങനെ മുറിക്കുക. ഇതിപ്പോൾ ഞാൻ 8 കഷ്ണാക്കി മുറിച്ചിട്ടുണ്ട്. ഇനി ഇതിവിടെ ഇരുന്നോട്ട്, നമുക്ക് അടുത്ത പരിപാടിയിലേക്ക് നോക്കാം. ഇനി നമുക്ക് മാവ് റെഡിയാക്കി എടുക്കാം. ഞാനിവിടെ അതിന് വേണ്ടി എടുത്തിട്ടുള്ളത് 3 കപ്പ് മൈദ മാവാണ് എടുത്തിട്ടുള്ളത്. ഞാൻ മൈദപ്പൊടി നന്നായിട്ട് തരച്ചിട്ടാണ് എടുത്തിട്ടുള്ളത് കേട്ടോ. ഇതിലേക്ക് കൊട്ടി കൊടുക്കുക. അതിൻ്റെ കൂടെ ഞാൻ ഒരു 1/2 ടീസ്പൂണ് കുരുമുളക് പൊടി ഇടുന്നുണ്ട്. 1/2 ടീസ്പൂണ് കാശ്മീർ മുളക് പൊടിയും കൂടി ഇടുന്നുണ്ട്. അതൊരു കളർ കിട്ടാൻ വേണ്ടിയിട്ടാണ്. ഞാൻ ഇനി ഇതിലേക്ക് ഇട്ട് കൊടുക്കുന്നത് 1/2 ടീസ്പൂണ് ബേക്കിംഗ് പൗഡറാണ്. ബേക്കിംഗ് സോഡ അല്ല കേട്ടോ, നോക്കിയിടുക. ഞാൻ ഇനി ഇതിൽ ഒഴിച്ചു കൊടുക്കുന്നത് ഒരു 1/2 ടീസ്പൂണ് വെളുത്തുള്ളിയുടെ ഓയിലാണ് ഒഴിച്ചു കൊടുക്കുന്നത്. ഇനി നമുക്കിതിലേക്ക് ഒരു 1/2 ടീസ്പൂണ് ഇഞ്ചിയുടെ ഓയിലാണ് ഒഴിക്കുന്നത്. 1/2 ടീസ്പൂണ് ഇഞ്ചിയുടെ ഓയിൽ. ഇനി നമുക്കിതിലേക്ക് പാകത്തിനുള്ള ഉപ്പിട്ട് കൊടുക്കാം. ഇനി നമുക്കിതൊക്കെ പാടൊന്ന് മിക്സാക്കിയിട്ടെടുക്കാം. ഉപ്പും ഓയിലും മുളക് പൊടിയും ഒക്കെ ഒന്ന് മിക്സാവട്ടെ. ഇനി നമുക്ക് കൈ കൊണ്ടും കൂടി ഒന്ന് മിക്സാക്കി എടുക്കാം കേട്ടോ, അല്ലെങ്കിൽ ഓയിലൊക്കെ അവിടെ ഇവിടെയൊക്കെ കട്ട പിടിച്ചിട്ടുണ്ടാവും. കൈ കൊണ്ട് മിക്സാക്കുമ്പോൾ അതൊക്കെ ഓയിലൊക്കെ മിക്സായിക്കോളും. ഞാനിതിൽ ഇട്ടിട്ടുള്ളത് ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും ഓയിലാണ് ഒഴിച്ചിട്ടുള്ളത്. അത് ഒഴിക്കണമെന്ന് നിർബന്ധമില്ല. അതില്ലാത്തവർ ഇഞ്ചി പൊടിയും വെളുത്തുള്ളിയുടെ പൊടിയും വാങ്ങാൻ കിട്ടും. അതും കിട്ടിയില്ലെങ്കിൽ ഇഞ്ചിയും വെളുത്തുള്ളിയും നന്നായിട്ട് മഷി പോലെ നന്നായിട്ട് അരച്ചിട്ട് ഇതിൽ കൊട്ടിയാൽ മതി. അത് ചെയ്താലും മതിയാവും. ഇനി നമുക്ക് മിക്സാക്കി വെച്ചതിന് 1 കപ്പ് പൊടി എടുത്ത് മാറ്റാം.
ഇത് നമുക്ക് ഈ പാത്രത്തിലേക്ക് ഇട്ട് കൊടുക്കാം. ഇതിലിനി നമുക്ക് കുറേശ്ശെ വെള്ളം ഒഴിച്ചൊഴിച്ചിട്ട് കലക്കിയെടുക്കാം. നമ്മളിത് എങ്ങനെ കലക്കുക വെച്ചാലേ, നമ്മൾ ഈ പഴംപൊരിയൊക്കെ പൊരിക്കാൻ കലക്കിയെടുക്കുമല്ലോ മാവ്, ആ കട്ടിക്ക് വേണം കലക്കാൻ. ഈ പരുവത്തിൽ വേണം കലക്കാൻ കേട്ടോ. കണ്ടില്ലേ, ലേശം കട്ടിയിൽ വേണം കലക്കാൻ. ഇനി നമുക്ക് ചട്ടി ചൂടായിട്ടുണ്ട്, നമുക്ക് ഈ ഓയിൽ ഇതിലേക്ക് ഒഴിച്ചു കൊടുക്കാം. ഇനി നമ്മൾ അത് ശരിയാക്കി എടുക്കുമ്പോഴത്തേക്ക് നന്നായിട്ടൊന്ന് എണ്ണ ചൂടായി വരട്ടെ. എണ്ണ നല്ല ചൂടിൽ വേണം ഇട്ട് കൊടുക്കാൻ കേട്ടോ. നമുക്കിനി പൊരിച്ച് മുറിച്ച് വെച്ച കോഴിമുട്ടയിൽ നിന്ന് ഒരു കഷ്ണം എടുക്കാം. എടുത്തിട്ട് നമുക്ക് ആദ്യം ഈ മൈദ മാവ് കലക്കിയതിൽ മുക്കി കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഈ പൊടിയിലൊന്ന് മുക്കി കൊടുക്കാം. ഇനി നമുക്കിത് ഒന്നുകൂടി ഇതിൽ മുക്കി കൊടുക്കാം. ഇനി നമുക്ക് ഒന്നുകൂടി പൊടിയിലിട്ട് കൊടുക്കാം. ഇതേപോലെ മുക്കിയെടുക്കുക. ഇതിൻ്റെ പുറത്ത് അതേപോലെ KFCയുടെ രൂപം വന്നിട്ടുണ്ടാവും. നമുക്ക് പാത്രത്തിലേക്ക് വെച്ച് കൊടുക്കാം. ഇപ്പം എണ്ണ നന്നായിട്ട് തിളച്ചിട്ടുണ്ട്. നമുക്കിനി ഇത് തിളച്ച എണ്ണയിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കാം. സുറുന്ന് വരുന്നുണ്ടല്ലേ, എണ്ണ നന്നായിട്ട് ചൂടായിട്ടുണ്ട് കേട്ടോ. ഇത് ഇടുമ്പോൾ വളരെ ശ്രദ്ധിക്കണേ, കയ്യിൽ എണ്ണ പെടണ്ട. ഉള്ളിൽ മുട്ടയൊക്കെ നല്ല വെന്തതല്ലേ, അപ്പം നമുക്ക് പുറം നല്ല മൊരിഞ്ഞ അപ്പം എടുക്കാം കേട്ടോ. നമുക്കിനി ഒന്ന് തിരിച്ചിട്ട് കൊടുക്കാം. ഒന്നിതായിട്ടുണ്ട്, ഒന്നുകൂടി ആവട്ടെ. ഇട്ട ഉടനെ ഇളക്കരുത്, ഇളക്കിയ മാവൊക്കെ പൊളിഞ്ഞു പോരുള്ളൂ. ഇത് മൊരിഞ്ഞ് വരുന്നവർ 2-3 വട്ടമൊക്കെ മറിച്ചിടേണ്ടി വരും കേട്ടോ. ഇപ്പോൾ കണ്ടില്ല, ആദ്യത്തെ കാലം ഒന്നുകൂടി പൊന്തി വന്നിട്ടുണ്ട്. കണ്ടില്ലേ, 2 സൈഡും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ മറിച്ചിട്ടിട്ട് വേണം മൊരിച്ചെടുക്കാൻ കേട്ടോ. ഒറ്റ സൈഡ് മാത്രം മൊരിയാൻ നിൽക്കരുത്, അപ്പോൾ കരിഞ്ഞു പോവും. അങ്ങനെ നമ്മളെ മുട്ട KFC റെഡി ആയിട്ടുണ്ട്. നമുക്കിനി ഇത് ഒന്നൊന്നായിട്ട് എടുക്കാം. പുള്ളി വന്നിക്കണ്. അങ്ങനെ നമ്മുടെ രണ്ടാമത്തെ റിപ്പ് റെഡി ആയിട്ടുണ്ട്. എല്ലാം ഇങ്ങനെ പൊരിച്ചെടുക്കാം. അങ്ങനെ നമ്മൾ മുട്ട കൊണ്ടുണ്ടാക്കിയ KFC റെഡി ആയിട്ടുണ്ട്. നല്ല സൂപ്പറായിട്ട് മൊരിഞ്ഞിട്ടുണ്ട്. അടിയിൽ സോഫ്റ്റും മേലെ മൊരിയലുമായിട്ടിരിക്കുന്നുണ്ട്, കറുമുറാന്ന്. നമുക്കിനി എടുത്ത് നോക്കാം. ഇത് കണ്ടില്ലേ, നല്ല മൊരിഞ്ഞിരിക്കണ് കണ്ട. അയ്യവാ, മൊരിഞ്ഞ് പൊന്തി വന്നിട്ടുണ്ട് കണ്ട. കിറുകിറുകിറുകിറുകിറുള്ള സൗണ്ട്. നമുക്കൊന്ന് പൊളിച്ച് കഴിച്ച് നോക്കാം. നല്ല സൂപ്പറായിട്ടോ. അങ്ങനെ നമ്മുടെ KFC മുട്ട റെഡി ആയിട്ടുണ്ട്. ഇത് എല്ലാവരും ഉണ്ടാക്കണം, സിമ്പിളായിട്ട് ഉണ്ടാക്കാൻ പറ്റുന്നതാണ്. എല്ലാവർക്കും ഇഷ്ടപ്പെടും. ഇഷ്ടപ്പെട്ടാൽ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. മക്കളെ ഫോളോ ചെയ്യാൻ കൂടി മറക്കല്ലേട്ടോ.